BJP പിടിമുറുക്കുകയാണോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളാണ് BJP നേടിയത്. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും. നേമത്ത് നേരത്തെയും BJP വിജയിച്ചിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ അക്കൗണ്ട് തുറന്നത് നേമത്താണ്. പിന്നീട് V ശിവൻകുട്ടിയെ ഇറക്കി CPM നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തൃശൂരിലാണ് താമര വിരിഞ്ഞത്. നടൻ കൂടിയായ സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് പാർലമെന്റിലെത്തി. നേമത്ത് V ശിവൻകുട്ടിയെ തോൽപ്പിച്ച് BJP സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറാണ് വിജയിച്ചത്. 3590 വോട്ടിനായിരുന്നു ഇവിടെ BJPയുടെ വിജയം. ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിൽ കഴക്കൂട്ടത്ത് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയത് BJP മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരനാണ്. നേരിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഈ മണ്ഡലത്തിൽ V മുരളീധരൻ വിജയിച്ചത്. നേമത്തും കഴക്കൂട്ടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 3ാം സ്ഥാനത്തെത്തി. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ BJP സ്ഥാനാർത്ഥി BB ഗോപകുമാർ CPIയുടെ R രാജേന്ദ്രനെ 4300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെടുത്തിയത്. ഇവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി സൂരജ് രവി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 3 മണ്ഡലങ്ങളിൽ താമര വിരിഞ്ഞെങ്കിലും BJP നയിക്കുന്ന NDAയുടെ വോട്ട് ഷെയറിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 19.24 വോട്ട് ഷെയറാണ് NDAക്ക് കിട്ടിയത്. എന്നാൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം 14.2 കുറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ NDAയുടെ വോട്ട് വിഹിതം 16%. വോട്ട് വിഹിതം കുറഞ്ഞെങ്കിലും പതിയെ BJP കേരളത്തിൽ കളം പിടിക്കുകയാണ്. 2021 മുതൽ 2ാം സ്ഥാനത്തുള്ള 9 സീറ്റുകളിൽ 3 ഇത്തവണ BJP വിജയങ്ങളാക്കി മാറ്റി. അതേസമയം മറ്റ് 6 സീറ്റുകളിൽ 2ാം സ്ഥാനത്തുമെത്തി. കൂടാതെ 3ാം സ്ഥാനത്ത് 30,000-40,000 വോട്ടുകൾ നേടിയ 15 സീറ്റുകളുണ്ട്. സംസ്ഥാനത്തെ ബൈപോളാർ രാഷ്ട്രീയം മാറിമറിയുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതായി നിരീക്ഷകർ പറയുന്നു. വർഷങ്ങളായി BJPയെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു. ആ പൂട്ട് ഇപ്പോൾ തകർന്നിരിക്കുന്നു എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഇത്തവണ BJP പിടിച്ചതും ഇതുമായി ചേർത്ത് വെക്കണം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തിരുവനന്തപുരത്ത് ക്രമാനുഗതമായ വളർച്ചയാണ് BJP നേടിയത്. ഒരു കാര്യം വ്യക്തമാണ്, ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ പടരുന്നുണ്ട്. ഹിന്ദുത്വം കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂമികയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസത്തിനും ക്രിസ്തുമതത്തിനും ഇസ്ലാം മതത്തിനും ആഴത്തിൽ സ്വാധീനമുള്ള കേരളം ഇന്ത്യയിലെ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അവസാന കോട്ടയാണ്. തമിഴ്നാടും കേരളവും ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ശക്തമായ സാന്നിധ്യമായി ഹിന്ദുത്വ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ ഹിന്ദുത്വ രാഷ്ട്രീയം പച്ചയ്ക്ക് പറയുന്ന BJP പക്ഷേ കേരളത്തിൽ മറ്റൊരു സ്ട്രാറ്റജിയാണ് പയറ്റുന്നത്. ഉയർന്ന മാനുഷിക വികസനമുള്ള മധ്യവർഗ ആധിപത്യ സംസ്ഥാനത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ പ്രയോഗിച്ച തന്ത്രങ്ങൾ ഫലപ്രദമാകില്ലെന്ന് BJPക്ക് നന്നായി അറിയാം. പകരം മധ്യവർഗ സമൂഹത്തിന്റെ ആദരവ് പിടിച്ചുപറ്റാൻ കഴിയുന്ന രാജീവ് ചന്ദ്രശേഖർ, മെട്രോമാൻ E ശ്രീധരൻ, വിരമിച്ച സിവിൽ സർവീസുകാർ തുടങ്ങിയ വ്യക്തികളിലൂടെ വികസനത്തിന്റെയും ആധുനികതയുടെയും പ്രതിച്ഛായ വളർത്തിയെടുക്കാനാണ് BJP കേരളത്തിൽ ശ്രമിക്കുന്നത്. അതിൽ BJP വിജയിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാൻ.